നമസ്കാരം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതും മറ്റേ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മോശവുമാണ്. ഒന്നാമത്തേത് എക്സൈഡ് ഇൻഡസ്ട്രീസ്. എക്സൈഡ് ഇൻഡസ്ട്രീസ് 381 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കാണ്. കമ്പനി ബാറ്ററി മാനുഫാക്ചറിംഗ് സെക്ടറിൽ പ്രവർത്തിക്കുന്നു. എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 25% ഇടിഞ്ഞ് 231 കോടിയിൽ നിന്നും 171 കോടിയിലേക്കെത്തി. നെറ്റ് പ്രോഫിറ്റ് ഇടിയുകയും റവന്യൂ 2% ഇയർ ഓൺ ഇയറിൽ ഇടിയുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ 4450 കോടിയിൽ നിന്നും 4364 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റും റവന്യൂവും ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ GST ട്രാൻസിഷൻ ഫേസിൽ വന്ന സെയിൽസിൽ ഉണ്ടായ ഇടിവാണ് കമ്പനിയുടെ പ്രോഫിറ്റും റവന്യൂവും ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ 2025 സെപ്റ്റംബർ 22 മുതൽ ബാറ്ററിക്ക് മുകളിലുള്ള GST 28% നിന്നും 18% കുറഞ്ഞിരുന്നു. പക്ഷേ അതിന് മുൻപേ തന്നെ ബാറ്ററിക്ക് മുകളിലുള്ള GST കുറയാൻ പോകുന്നു എന്നുള്ള അപ്ഡേറ്റ് മാർക്കറ്റിൽ ലഭ്യമായതുകൊണ്ട് എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ബാറ്ററി സെയിൽസ് ഇടിഞ്ഞു. ഇതുമൂലമാണ് കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും ഇടിഞ്ഞിരിക്കുന്നത്. അതേസമയം ബാറ്ററിക്ക് മുകളിലുള്ള GST കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ക്വാർട്ടർ 3ൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നും ഗ്രോത്ത് മൊമെൻറ്റത്തിലേക്ക് തിരികെ വരുമെന്നും കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ നിന്നും വ്യക്തമാണ്. കമ്പനി നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. കൂടാതെ ലിഥിയം അയോൺ സെല്ലിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷന് വേണ്ടിയുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പും പുരോഗമിക്കുകയാണ്. ഈ ഫാക്റ്റുകളൊക്കെ എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടിൽ ആൾറെഡി വീക്ക്നെസ് പ്രകടമാണ്. 400 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ട് സ്റ്റോക്ക് 381 എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും 350 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സൈഡ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും അവിടെയും നമ്മൾക്ക് ഒരു ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് കാണുന്നത്. 375 എന്ന ലെവൽ ഏതെങ്കിലും കാരണവശാൽ ഇടിയുകയാണെങ്കിൽ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തേത് അയണോക്സ് വിൻഡ് ലിമിറ്റഡ്. അയണോക്സ് വിൻഡ് ലിമിറ്റഡ് 149 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഏകദേശം 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു റിന്യൂവബിൾ എനർജി സെക്ടറിലെ സ്റ്റോക്കാണ്. 52 വീക്ക് ഹൈ 210. അയണോക്സ് വിൻഡ് അതിൻ്റെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. അയണോക്സ് വിൻഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 56% ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 56% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 1162 കോടിയും എബിറ്റ 48% വളർന്ന് 271 കോടിയും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 93% വർദ്ധിച്ച് 169 കോടിയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 43% വർദ്ധിച്ച് 121 കോടിയുമായി ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. കൂടാതെ കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർ 2വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ പ്രോജക്റ്റുകൾ കമ്പനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചു. കഴിഞ്ഞ വർഷം ക്വാർട്ടർ 2ൽ 140 മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റുകളാണ് എക്സിക്യൂട്ട് ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം 202 മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓർഡർ ബുക്കും സ്ട്രോങ് ആണ്. ഏകദേശം 3.2 ഗിഗാവാട്ടിൻ്റെ സ്ട്രോങ് ഓർഡർ ബുക്കും കമ്പനിക്കുണ്ട്. കൂടാതെ റീസെൻ്റ്ലി കമ്പനിക്ക് 400 മെഗാവാട്ടിൻ്റെ പുതിയൊരു പ്രോജക്റ്റും ലഭിച്ചിരുന്നു. രാജസ്ഥാനിലും കർണാടകയിലുമുള്ള ഓൺഗോയിങ് പ്രോജക്റ്റുകൾ 2026 ഓപ്പറേഷണലാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. അതുപോലെ തന്നെ അയണോക്സ് വിൻഡിൻ്റെ സബ്സിഡറി കമ്പനിയായ അയണോക്സ് ഗ്രീൻ എന്ന കമ്പനിയും വിൻഡ് ഓപ്പറേഷനിലും മെയിൻ്റനൻസ് പോർട്ട്ഫോളിയോയിലും എക്സ്പാൻഷന് ശ്രമിക്കുകയാണ്. ഏകദേശം 12.5 ഗിഗാവാട്ടിൻ്റെ വിവിധ മൾട്ടി അസറ്റ് പ്രോജക്റ്റുകളാണ് കമ്പനി ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ അയണോക്സ് വിൻഡ് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അയണോക്സ് വിൻഡിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്ക് 250 നിന്നും ഇടിഞ്ഞ് 180 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. 150 സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. 135 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുന്നു. 150 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നും 175, 200 തുടങ്ങിയ ലെവലുകൾ എയിം ചെയ്യാം. അതേസമയം 135 സ്റ്റോപ്പ് ലോസ് വേണം അയണോക്സ് വിൻഡ് എന്ന സ്റ്റോക്കിൽ പ്ലേസ് ചെയ്യാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്